ഹലോ. അപ്പം ഈ വർഷത്തെ ആദ്യത്തെ ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ വേറെ ഒന്നും അല്ല, ഒരു കുടിരിക്കലാണ്. അപ്പം വീട്ടിൽ സൗകര്യക്കുറവായതുകൊണ്ട് തന്നെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയതാണ്. അപ്പം നന്നായിട്ട് വിശന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫുഡും കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു തിരിച്ചു വരുമ്പോൾ പിന്നെ പച്ചക്കറി കടയിലും ഫ്രൂട്ട്സ് കടയിലൊക്കെ ഒന്ന് കയറി. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പച്ചമാങ്ങ, പേരയ്ക്ക, പൈനാപ്പിളൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതുണ്ടാക്കാനായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. കൊണ്ടുവന്ന സാധനത്തിൽ നിന്നും ഒരു പൈനാപ്പിൾ, 2 പേരയ്ക്ക, പച്ചമാങ്ങ, കക്കരി, പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ പപ്പായ, അതും കൂടി എടുത്ത് നന്നായിട്ട് എല്ലാം കൂടി കഴുകി കഷ്ണങ്ങളാക്കി സെറ്റാക്കുകയാണ്. We've been waiting for so long. We've been waiting for this time to begin. We ain't getting any older. I kinda feel a little younger. Run away and embrace the day. The sun is out, won't go away. Feel the clouds on your shoulder. Touch the sky, feeling bolder. Going out, going out, going all the way. Going out, yeah, yeah. അതിലേക്ക് കൂട്ടാനായിട്ട് മസാല തയ്യാറാക്കി പുളിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പ്, കുറച്ച് ഉണക്കമുളക്, ഇത്തിരി സുർക്കയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എൻ്റെ അമ്മോ, വായിൽ വെള്ളം ഊറുന്നുണ്ട് കേട്ടോ ഈ സ്മെല്ല് വന്നിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ലൂസി രീതിയിലാക്കി എടുക്കുക. അങ്ങനെ അത് കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാങ്ങ സെറ്റാക്കാം, മാങ്ങാക്കൂട്ട്. പിന്നീട് നമ്മുടെ വാഴമെന്ന് 2 ഇല പൊട്ടിച്ച് നന്നായിട്ട് കഴുകി അതിൽ ഇടാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്ലാന്. അങ്ങനെയാണല്ലോ എല്ലാവരും, അതുപോലെ ഞങ്ങളും ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞങ്ങൾ വാഴൻ്റെ ഇലയൊക്കെ പൊട്ടിച്ച് നന്നായിട്ട് കഴുകി ഞങ്ങൾ മുകളിലേക്കാണ് പോകുന്നത്. മുകളിൽ നല്ലൊരു വ്യൂ ഉണ്ടാവും. ഞങ്ങൾ അടുത്ത് പാടയും പുഴയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വൈബാട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇതൊക്കെ കഴിക്കാനായിട്ട്. ടെറസിൻ്റെ മേലെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ. അങ്ങനെ ഞങ്ങളൊരു തുണിയൊക്കെ പിരിച്ച് അതിൽ വാഴൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് നമ്മുടെ സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് കൊട്ടി കൊടുക്കുകയാണ്. പൈനാപ്പിള്, പപ്പായ, മാങ്ങ, കക്കേരി, പേരക്ക, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ ഞങ്ങളതെല്ലാം നുറുക്കി അതിലേക്കിട്ട് എല്ലാവരും റെഡി ആയിരിക്കുകയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഞങ്ങളെല്ലാവരും അങ്ങനെ വട്ടത്തിലിരുന്ന് അതിൻ്റെ മസാല അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുത്ത് നല്ല അടിപൊളി സാധനം കേട്ടോ. ഇത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് ഇത് കേട്ടോ. ഇത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ തിന്നാണ്. അടിപൊളി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും തിന്ന് ഫുള്ള് കാര്യമാക്കിയിട്ടാ, ഒരു കഷ്ണം പോലും ബാക്കി വെച്ചിട്ടില്ല. അങ്ങനെ എല്ലാം വൃത്തിയായി തിന്ന്. വാഴൻ്റെ ഇലയൊക്കെ കണ്ടില്ലേ, ഒന്നുമില്ല അതിൽ എല്ലാം